നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. അൻവറിന് ഇനി പീഡനകാലം. CM-ഉം തള്ളി, CPM-ഉം തള്ളി. അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും CPM എന്ന പാർട്ടിയെയും മുൾമുനയിൽ നിർത്തിയ പാർട്ടി MLA ആയ PV അൻവർ ഇപ്പോൾ എല്ലാവരുടെയും വെറുക്കപ്പെട്ടവനായി മാറിയിരിക്കുകയാണ്. അതിരൂക്ഷമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ അൻവർ ഉയർത്തിയത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ക്രമസമാധാന ചുമതലയുള്ള ADGPയും മുഖ്യമന്ത്രിയെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ക്രിമിനൽ കുറ്റങ്ങൾക്ക് നേതൃത്വം നടക്കുന്നു എന്നും ADGP അജിത് കുമാർ കൊലപാതക ശ്രമം, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം തുടങ്ങിയവയെല്ലാം നടത്തുന്ന കൊടും ക്രിമിനലാണെന്ന് കൂടി അൻവർ പറഞ്ഞു വെച്ചിരുന്നു. പല കാര്യത്തിലും തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ടാണ് 3 ആഴ്ച കാലത്തോളം അൻവർ മാധ്യമ പ്രവർത്തകരുടെ പിറകെ നടന്നു. യഥാർത്ഥത്തിൽ അൻവറിന്റെ ആരോപണങ്ങളെല്ലാം ചെന്നുകൊണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനു മേൽ ആയിരുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് അൻവർ പരിധി വിടുന്നു എന്ന് മനസ്സിലാക്കി സഹി കെട്ടപ്പോൾ ഏറെ നീണ്ടുനിന്ന പത്രസമ്മേളനം നടത്തി അൻവറിനെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തന്നെ തയ്യാറായത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അൻവറിനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അതോടൊപ്പം അൻവർ പ്രവർത്തിക്കുന്ന CPM എന്ന പാർട്ടിയുടെ നേതൃത്വവും അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വലിയ വീരവാദങ്ങൾ നിരത്തിക്കൊണ്ട് താൻ അജയനാണെന്ന് പറഞ്ഞിരുന്ന അൻവർ ഇപ്പോൾ പത്തി മടക്കി ഒളിസങ്കേതത്തിൽ കഴിയുന്ന അവസ്ഥയിലാണ്. തന്റെ വിശ്വരൂപ പരാക്രമങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലപാടിലേക്ക് അൻവർ മാറിയിരിക്കുകയാണ്. പാർട്ടിക്ക് കീഴടങ്ങുകയല്ലാതെ മാർഗമില്ല എന്ന ഗതികേടിൽ എത്തിയപ്പോഴാണ് അൻവർ വാൾ ഉറയിലിടാൻ തീരുമാനിച്ചത്. ഒരു തരത്തിലും മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും പിടിച്ചു നിൽക്കാൻ അൻവറിന് കഴിയില്ല എന്ന കാര്യം മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും അറിയാമായിരുന്നു. കർശനമായ നിലപാടുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നപ്പോൾ ശബ്ദമടക്കി മുട്ടുമടക്കുന്ന അൻവറിനെയാണ് കേരളം കണ്ടത്. എന്നാൽ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അൻവർ ചെയ്തതെന്നും അൻവറിന്റെ കഴിഞ്ഞകാല ചരിത്രം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശൈലി ഉള്ളതായിരുന്നില്ല എന്നും തുറന്നു പറഞ്ഞത് പിണറായി വിജയൻ തന്നെയായിരുന്നു. മാത്രവുമല്ല, അൻവർ എന്ന CPM നിയമസഭാംഗത്തെ പൂർണ്ണമായും വെട്ടി ഒതുക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. സർക്കാരിനും പാർട്ടിക്കും വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കിയ അൻവറിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ. സർക്കാരിനും പോലീസ് മേധാവികൾക്കുമെതിരെ ക്രിമിനൽ കുറ്റങ്ങളടക്കം തെളിവുകൾ സഹിതം അൻവർ പുറത്തുവിട്ടപ്പോൾ ആ തെളിവുകളുടെ കൂട്ടത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഫോൺ ചോർത്തൽ ഏർപ്പാടുമുണ്ട് എന്ന കാര്യം അൻവർ ഗൗരവത്തിലെടുത്തില്ല. ഇപ്പോൾ ആ ആയുധം പിടിച്ചു വാങ്ങി അതേ ആയുധം കൊണ്ട് അൻവറിനെ വെട്ടി വീഴ്ത്താനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത്. അനധികൃതമായി ആരുടെ ഫോൺ ചോർത്തുന്നതും വലിയ ക്രിമിനൽ കുറ്റമാണ്. അൻവർ ആരുടെയൊക്കെ ഫോൺ ചോർത്തി എന്നതും ആരാണ് ഇതിന് സഹായകരമായി പ്രവർത്തിച്ചത് എന്നുമൊക്കെ കണ്ടെത്തുന്നതിനുള്ള പോലീസ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അൻവർ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റവാളിയായി പറഞ്ഞു വെച്ച പോലീസ് മേധാവിയെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ചെയ്തത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ധൈര്യം പോലീസ് മേധാവി അജിത് കുമാറിനും ഉണ്ടായിട്ടുണ്ട്. അൻവറിനെ പൂട്ടുവാൻ ADGP തന്നെ ഉപയോഗിക്കുക എന്ന തന്ത്രമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അൻവർ പുറത്തുവിട്ട ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും ഫോൺ ചോർത്തൽ സംഭവത്തിൽ സഹായികളെ കണ്ടെത്തുന്നതിനും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മേധാവി അജിത് കുമാർ രംഗത്തും വന്നിട്ടുണ്ട്. മാത്രവുമല്ല, അൻവർ പറഞ്ഞ പല ഗൗരവമുള്ള വിഷയങ്ങളിലും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് മേധാവി അജിത് കുമാർ ഹൈക്കോടതിയെ സമീപിക്കും എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സ്വർണ്ണക്കടത്ത്, കുഴൽപ്പണം ഇടപാട്, മയക്കുമരുന്ന് ഇടപാട് തുടങ്ങിയവയൊക്കെയാണ് അൻവർ പുറത്തുവിട്ട ആരോപണങ്ങൾ. എന്നാൽ ഇത്തരത്തിൽ പോലീസ് മേധാവിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിൽ അൻവറിന് സഹായങ്ങൾ നൽകിയത് സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ട ആൾക്കാരും ചില നിരോധിത സംഘടനകളുടെ നേതാക്കളും ഉണ്ട് എന്ന വിവരം മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതും കൂടി ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കാം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അജിത് കുമാർ ഹൈക്കോടതിയിലെത്തുക. മാത്രവുമല്ല, സംഭവങ്ങൾ പലതും മാറിയും മറിഞ്ഞും വരുന്നതിനിടയിൽ അൻവർ പുറത്തുവിട്ട ആരോപണങ്ങൾ സംബന്ധിച്ച് സർക്കാർ പ്രത്യേക അന്വേഷണം നടത്തണമെന്നും അൻവർ MLAയുടെ ആരോപണങ്ങൾ വലിയ ഗൗരവമുള്ളതാണെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള ഗവർണർ സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ബലത്തിലായിരിക്കും അൻവറിനെ പൂട്ടുന്നതിനുള്ള നടപടികൾ പിണറായി വിജയൻ ആവിഷ്കരിക്കുക എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചും
വടക്കൻ കേരളത്തിലെ ചില ഇടഞ്ഞു നിൽക്കുന്ന CPM നേതാക്കളുടെ പിന്തുണയിലുമാണ് അൻവർ ശക്തമായ സർക്കാർ വിരുദ്ധ നിലപാടുകളുമായി രംഗത്ത് വന്നത്. മറ്റൊരു CPM നിയമസഭാ അംഗമായ KT ജലീൽ അൻവറിനൊപ്പം നീങ്ങുന്നതിന് ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും ജലീലുമായി മുഖ്യമന്ത്രി തന്നെ ബന്ധപ്പെട്ട് ജലീലിന്റെ അൻവർ ബന്ധം ഉപേക്ഷിക്കുന്നതിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. ജലീൽ അത് അനുസരിക്കുകയും ചെയ്തതും അൻവറിന് മറ്റൊരു തിരിച്ചടിയായി മാറി. മാത്രവുമല്ല, മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ കൂടി അൻവറിനെ തള്ളി പറഞ്ഞപ്പോൾ അൻവറിനോടൊപ്പം സഹായത്തിന് കൂടിയിരുന്ന CPMലെ മറ്റു നേതാക്കളും ആ ശ്രമം അവസാനിപ്പിച്ച് പാർട്ടിക്കൊപ്പം നീങ്ങുന്ന നിലയുമുണ്ടായി. ഏതായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സർക്കാരിനെയും CPM എന്ന പാർട്ടിയും തലവേദനയിൽ നിർത്തിയ അൻവർ എന്ന പുലി എലിയുടെ ഗതികേടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ഒരു കാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച കാണിക്കാത്ത ആളാണ്. പാർട്ടിക്കെതിരെയും തനിക്കെതിരെയും ആര് ചെറുവിരൽ അനക്കിയാലും ആ വിരൽ മുറിച്ചു മാറ്റാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ. പാർട്ടിയുടെ സെക്രട്ടറി കസേരയിൽ രാജാവായി വാണിരുന്ന അവസരത്തിലാണ് വടകരയിലും തനിക്കും പാർട്ടിക്കുമെതിരെ വിമത നീക്കവുമായി വന്ന TP ചന്ദ്രശേഖരൻ എന്ന സഖാവിനെ 51 വെട്ടിലൂടെ കൊലപ്പെടുത്താൻ കരുക്കൾ നീക്കിയത് ഇന്നും വലിയ വിവാദമായി നിലനിൽക്കുകയാണ്. ഇപ്പോഴും ആ കൊലപാതകം കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ട മുൻ സഖാവായ ചന്ദ്രശേഖരന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് പാർട്ടിയിലെ കുലംകൂത്തിയാണ് ചന്ദ്രശേഖരൻ എന്നുവരെ വിശദീകരിക്കാൻ പിണറായി വിജയൻ ഒരു മടിയും കാണിച്ചില്ല. അങ്ങനെയുള്ള പ്രവർത്തന പാരമ്പര്യത്തിലൂടെ ഇപ്പോഴും പാർട്ടിക്കും ഭരണത്തിനും അധിപനായി നിൽക്കുന്ന പിണറായി വിജയനെ അൻവർ എന്ന വെറും അണുവിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാവ് വിരട്ടുവാനായി കടന്നു വന്നത്. അങ്ങനെയുള്ള അൻവറിനെ വരച്ച വരയിൽ നിർത്തുവാനും അതിന് തയ്യാറായില്ല എങ്കിൽ അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കാനും മടിയില്ലാത്ത നേതാവാണ് പിണറായി വിജയൻ എന്നും അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നതിന് മടിയില്ലാത്ത പാർട്ടിയാണ് CPM എന്നും തിരിച്ചറിയാൻ വൈകിയതാണ് അൻവറിന് പറ്റിയിട്ടുള്ള മഹാഅബദ്ധം. ഇനിയിപ്പോൾ ഏതായാലും ശത്രുപക്ഷത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിയും പാർട്ടിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പോലീസ് മേധാവിയും നടത്തുന്ന ശത്രു സംഹാര കർമ്മങ്ങളിൽ പൊള്ളി നീറുന്ന അൻവറിനെ ആയിരിക്കും കേരളത്തിലെ ജനങ്ങൾ കാണുക. നന്ദി.